ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്ക്രീൻ ടൈം ഭയങ്കര കൂടുതലാണ്. അത് കാരണം നമുക്ക് മെമ്മറി ലോസ് ഭയങ്കരമായിട്ട് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഒരു ടേക്ക് എന്താണ് മാമിൻ്റെ? സ്ക്രീൻ ടൈം എന്ന് പറയുന്നേക്കാൾ ഉപരി ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ലോങ് വീഡിയോ കാണാനായിട്ടുള്ള ക്ഷമയില്ല. അതായത് എല്ലാവരും റീൽസാണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത്. അപ്പോൾ കുട്ടികളാണെങ്കിലും ഇങ്ങനെ കാണിക്കുന്ന കാണാം, അതുപോലെ തന്നെ വലിയവരാണ്. അങ്ങനെ ഒരു പ്രായഭേദമന്യേ ആൾക്കാരെല്ലാവരും അവരുടെ അറ്റൻഷൻ സ്പാൻ വളരെ ഏറെ ബാധിച്ചിട്ടുണ്ട്. ആർക്കും ഒന്നിനൊരു ക്ഷമയില്ലാത്ത പോലെ എല്ലാവർക്കും ഒരു 1 മിനിറ്റ് ഇതേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ നല്ല രീതിയിൽ മെമ്മറിയെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൂടാതെ അവരുടെ കോൺസെൻട്രേഷൻ, അതായത് അവർക്ക് ഒന്നിലും ഒരു അറ്റൻഷൻ ഇല്ല, അതായത് കോൺസെൻട്രേഷൻ ഇല്ല. പണ്ട് കാലങ്ങളിൽ നമ്മൾ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നു. അപ്പം നമ്മൾ ഒരേ കാര്യം തന്നെയാണ് ആ ബുക്ക് വായിച്ച് അതിൻ്റെ അവസാനം വരെ എത്താനായിട്ടുള്ള ഒരു ഫോക്കസ് അന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് സ്ക്രീൻ ടൈമിൽ ഒരു കാര്യവും കുറച്ച് ഇൻഫർമേഷൻ കിട്ടുമ്പോഴത്തേക്ക് അവർ അടുത്തതിലേക്ക് ജമ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു അറ്റൻഷൻ പ്രോബ്ലം വരുന്നുണ്ട്. എങ്ങനെയാണ് യോഗ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്? കാരണം 1 അവർ നമ്മൾ യോഗ മാറ്റിൽ തന്നെ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രെത്ത് വർക്കുകൾ നോക്കി ഒരു കണ്ടിന്യൂസ് 1 അവർ പ്രാക്ടീസ് ഡിസ്ട്രാക്റ്റിംഗ് ഫ്രം ദ എൻ്റയർ വേൾഡ്. അതുകൊണ്ടാണ് അവിടെ അറ്റൻഷനും കോൺസെൻട്രേഷനും മെമ്മറി പവറും ഒരു യോഗ കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിബിൾ ആവുന്നത്.